ഓർത്തഡോക്സ് യാക്കോബായ സഭാതർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുമെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ. അതിപുരാതനമായ സഭാ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. കാലങ്ങളായി നിലനിൽക്കുന്ന തർക്കത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രത്യാശയെന്നും സർക്കാർ അറിയിച്ചു. വിവരങ്ങളുമായി ലിജോ വർഗീസ് ചേരുകയാണ്. ലിജോ, ഇതിപ്പോൾ പള്ളിയുണ്ടായ കാലം തൊട്ട് ഈ പള്ളിത്തർക്കങ്ങൾ കൂടി ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാലാകാലങ്ങളായി ചർച്ചയും ഈ പള്ളിത്തർക്കം പരിഹരിക്കാനുള്ള ചർച്ചകളും നമ്മൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ അവസാനമായി സർക്കാരിൻ്റെ ഈ ചർച്ചയിൽ പ്രതീക്ഷ വെക്കാം എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ എത്താനാകുമോ? ലിനിഷ, ഇന്ന് രാവിലെ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള പിറമാടം സെന്റ് ജോൺസ് ബെത്ലഹേം പള്ളിയിൽ ഓർത്തഡോക്സ് അതുപോലെ തന്നെ യാക്കോബായ സഭാവിശ്വാസികൾ, അതിൽ വൈദികരടക്കം ഇന്ന് വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടാവുകയും ഒരു ദേവാലയത്തിൻ്റെ അൾത്താർ അല്ലെങ്കിൽ യാക്കോബായ ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ പറയുന്നത് പോലെ മദ്ബഹയുടെ മുൻപിലും അതിന് പിന്നിലുമൊക്കെയായുള്ള വലിയ തരത്തിലുള്ള അക്രമ സംഭവം അല്ലെങ്കിൽ അവർ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു നീക്കം സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സർക്കാർ പറയുന്നത് മുഖ്യമന്ത്രി രണ്ട് സഭാ വിഭാഗങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ ഈ വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ്. ഏതാണ്ട് നൂറ്റാണ്ടുകളായി പഴക്കമുള്ള രണ്ട് സഭാ വിശ്വാസ പാരമ്പര്യമാണ്. സ്വാഭാവികമായും ഓർത്തഡോക്സ് യാക്കോബായ സഭ എന്ന് പറയുന്നത് രണ്ട് സഭകളെ സംബന്ധിച്ചും അതിൻ്റെ വിശ്വാസധാരകളിലും അവരുടെ ആരാധന രീതികളിലും യാതൊരു തരത്തിലുള്ള മാറ്റം ഇല്ലാതിരിക്കുകയും അവർ സ്വത്തുവകകൾ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സഭ പിന്നീട് രണ്ടായി വഴിപിരിയുന്നതാണ് സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പള്ളികളടക്കമുള്ള കാര്യങ്ങളുടെ സ്വത്തുവകകളും അല്ലെങ്കിൽ ആരാധനാ ആലയങ്ങൾ തമ്മിലുള്ള തർക്കവുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനനുസരിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അത്തരത്തിൽ സർക്കാർ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. രണ്ട് സഭാ വിശ്വാസികളും കാലങ്ങളായി സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, മറ്റ് സേവന മേഖലകളിലൊക്കെ വളരെ കൃത്യമായി അതിനുള്ള സംഭാവനകൾ നൽകുന്ന രണ്ട് സഭകളാണ്. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് നിർത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ സമവായത്തോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ ഏതായാലും സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 7 പള്ളികളുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയിൽ കേസ് നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഇത്തരത്തിലൊരു ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലിനിഷ, ശരി, എന്തായാലും പള്ളിത്തർക്കത്തിലൊരു സമവായം പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ലിജോ വർഗീസ് പറയുന്നത്.